നമ്മളിൽ പലരും പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ള ഒന്നാണ് ദേഷ്യം. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ അയാൾ നമ്മളെ വെറുക്കുന്നുവെന്നോ അല്ലെങ്കിൽ നമ്മളോട് പുച്ഛമാണെന്നോ ഒക്കെയാണ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക. എന്നാൽ സത്യമതല്ല. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദേഷ്യത്തിന് സ്ഥാനമുള്ളൂ. നാം ജീവന് തുല്യം സ്നേഹിക്കുന്നവർ ഒരു തെറ്റ് ചെയ്യുമ്പോഴോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്മൾ ഭയപ്പെടുമ്പോഴോ ആണ് ആ ദേഷ്യം ആദ്യം പുറത്തുവരുന്നത്. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് നിസ്സാരമായി കരുതുന്നവരോടുള്ള ആകുലത നിറഞ്ഞ ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണത്. ആ ദേഷ്യം യഥാർത്ഥത്തിൽ വെറുപ്പല്ല, മറിച്ച് അവരെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ നിന്നുമുണ്ടാകുന്ന അമിതമായ കരുതലാണ്. അതുകൊണ്ടുതന്നെ മറ്റൊരാൾ ദേഷ്യപ്പെടുമ്പോൾ അവരുടെ കടുപ്പമേറിയ വാക്കുകളെയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് ആ വാക്കുകളുടെ പിന്നിലെ യഥാർത്ഥ കാരണത്തെയാണ് നാം കാണേണ്ടത്. പലപ്പോഴും ദേഷ്യമെന്നത് വെറുമൊരു മുഖംമൂടിയാണ്. അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്രയും വലിയ സങ്കടങ്ങളായിരിക്കും. ഉള്ളിലെ വേദനകളും നിസ്സഹായാവസ്ഥയും താങ്ങാൻ കഴിയാതെ വരുമ്പോൾ മനസ്സറിയാതെ കണ്ടെത്തുന്ന ഒരു രക്ഷപ്പെടലാണ് ദേഷ്യം. ആ സമയത്ത് അവരുടെ വാക്കുകളെ നോക്കി നമ്മളും തിരിച്ചു പ്രതികരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ കഠിനമായ വാക്കുകൾക്ക് പിന്നിൽ അവർ പറയാതെ പറയുന്ന വേദന എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിക്കൊടുവിൽ അവർ ആഗ്രഹിക്കുന്നത് എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട് എന്നൊരു വാക്കോ അല്ലെങ്കിൽ ഒരു ചേർത്തുപിടിക്കലോ മാത്രമായിരിക്കും. ദേഷ്യത്തിന്റെ കാരണങ്ങളെ സ്നേഹത്തോടെ വിശകലനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ലോകത്തിലെ ഒട്ടുമിക്ക പിണക്കങ്ങളും വെറും പരിഭവങ്ങൾ മാത്രമായി മാറും. ബന്ധങ്ങൾക്കിടയിൽ ദേഷ്യത്തെ വെറുപ്പായി കാണാതെ അതിലെ സ്നേഹത്തെയും ആകുലതകളെയും തൊട്ടറിയാൻ നമുക്ക് സാധിക്കണം. കാരണം ചില ദേഷ്യങ്ങൾ സ്നേഹത്തിന്റെ ഏറ്റവും തീവ്രമായ ഭാഷയാണ്.